മാതൃഭാഷാ പാഠാവലിയിലേക്ക് സ്വാഗതം. നമസ്കാരം മക്കളെ. എല്ലാരും ആനയും ആടും പോലെ എന്ന് പറയുന്ന പാഠം വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാർട്ടൂൺ രൂപത്തിൽ നമ്മൾ അത് കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? അർത്ഥം പഠിച്ചു അല്ലേ? പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾക്കകത്ത് എന്തുണ്ട്? ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ബുക്കിൽ എഴുതാനും കാണാതെ പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മള് അർത്ഥം എഴുതുക എന്നുള്ള ആ പഠന പ്രവർത്തനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞായിരുന്നു. 4 വാക്കുകളുടെ അർത്ഥം പഠിച്ചു എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുവാ ടീച്ചർ. ഇന്നപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് പദം പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്നിങ്ങനെയുള്ള പഠന പ്രവർത്തനങ്ങളാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടോ മക്കളെ? പദം പിരിച്ചെഴുതുക. പദം പിരിച്ചെഴുതുക എന്താ? ഒന്നിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന ഒരു പദം നമ്മൾ രണ്ടാക്കി വിഭജിച്ച് എഴുതുക എന്നുള്ളതാണ് പദം പിരിച്ചെഴുതുക. ചേർത്തെഴുതുക എന്ന് പറയുന്നതോ പിരിഞ്ഞിരിക്കുന്നത് രണ്ടായിട്ടിരിക്കുന്ന പദം എന്ത് ചെയ്യും? ഒന്നാക്കി എഴുതും. ഇതാണ് പദം പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സില് അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് പുസ്തകം എടുക്കാം. എല്ലാവർക്കും പുസ്തകം എടുത്തേ. എന്നിട്ട് പുസ്തകത്തിലോട്ട് നോക്കിയേ, ഏതൊക്കെ പദങ്ങളാ ഉള്ളതെന്ന് നോക്കിക്കേ. നമുക്ക് പഠിച്ചാലോ? നോക്കിക്കേ മക്കളെ, പദം പിരിച്ചെഴുതുക എന്ന് പറയുന്നതാണ് പ്രവർത്തനം. ആദ്യത്തെ പദം ഏതാ? വിഡ്ഢികളാണ്. അതെങ്ങനെയാ പിരിച്ചെഴുതുന്നതെന്ന് നോക്കിക്കേ. വിഡ്ഢികളാണെന്ന് നമ്മൾ ഒന്നിച്ചു പറയും. അത് രണ്ടാക്കി പറയുമ്പോൾ എങ്ങനെ പറയണം? വിഡ്ഢികൾ അധികം ആണ്. ഇതാണ് വിഡ്ഢികളാണ് എന്ന പദം പിരിച്ചെഴുതുന്നതാണ്. എങ്ങനെയാ മക്കളെ? വിഡ്ഢികൾ അധികം ആണ്. അടുത്ത പദം എന്നതാ? ആടിനറിയാം. എങ്ങനെയാ നമ്മൾ പറയുന്നേ? അമ്മുവിനറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ പറയുക? അമ്മുവിന് അറിയാം. അതുപോലെ തന്നെ ആടിന് അധികം അറിയാം. അങ്ങനെയാണ് ആടിനറിയാം എന്ന പദം പിരിച്ചെഴുതുന്നത്. അടുത്ത വാക്ക് ഏതാ മക്കളെ? കൊമ്പനാന. കൊമ്പനാന എങ്ങനെ എഴുതുന്നത്? കൊമ്പൻ അധികം ആന. ഇതാണ് കൊമ്പനാന. മോശക്കാരനല്ല. അതെങ്ങനെയാ മക്കളെ പിരിച്ചെഴുതുക? മോശക്കാരൻ അധികം അല്ല. ഈ 2 പദങ്ങളും കൂടി നമ്മൾ ഒന്നിച്ചെഴുതി വരുമ്പോഴാണ് മോശക്കാരനല്ല എന്ന പദം അല്ലെങ്കിൽ പിരിച്ചെഴുതി വരുമ്പോഴാണ് മോശക്കാരനല്ല എന്നുള്ള ഒരു പദം ഉണ്ടാകുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഇതുപോലെ നമുക്ക് കുറച്ച് 2-3 വാക്കുകളും കൂടി ഒന്ന് നോക്കിയാലോ എഴുതാൻ പറ്റുന്നത്? സുഖത്തിലല്ല. അതെങ്ങനെയാ മക്കളെ എഴുതുക? സുഖത്തിൽ അധികം അല്ല. മനസ്സിലായോ? ഇപ്പോൾ പദം പിരിച്ചെഴുതാൻ പഠിച്ചോ? നമുക്കൊരു പദം കിട്ടിയാൽ ഇങ്ങനെ വേണം നമ്മൾ അതിനെ പിരിച്ചെഴുതാനായിട്ട്. നമുക്കിപ്പോൾ പുസ്തകത്തിൽ ഈ 4 പദങ്ങളേ ഉള്ളൂ. മക്കളത് മാത്രം പഠിച്ചാൽ മതി. ബുക്കിലെഴുതി നല്ലതുപോലെ ഇത് മാത്രം കാണാതെ പഠിച്ചാൽ മതി. കേട്ടോ? മനസ്സിലായല്ലോ? ഏതൊക്കെ പദങ്ങളായിരുന്നു? വിഡ്ഢികളാണ്, ആടിനറിയാം, കൊമ്പനാന, മോശക്കാരനല്ല. ഈ 4 പദങ്ങൾ പിരിച്ചെഴുതുന്നത് ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അതെഴുതി പഠിക്കണം. കേട്ടോ? നമുക്കിനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ? അടുത്ത പ്രവർത്തനം എന്തായിരുന്നു മക്കളെ? ചേർത്തെഴുതുക. നമ്മൾ മുമ്പേ എന്താ ചെയ്തേ? ഒന്നിച്ചിരിക്കുന്ന ഒരു പദത്തെ നമ്മൾ പിരിച്ചെഴുതി, രണ്ടാക്കി എഴുതി. ഇനി ഇപ്പോൾ ചേർത്തെഴുതുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പിരിഞ്ഞിരിക്കുന്ന രണ്ടായിട്ടിരിക്കുന്ന 2 പദങ്ങളെ എന്ത് ചെയ്യണം? ഒറ്റയാക്കണം, ഒന്നിച്ച് എഴുതണം. അതാണ് ചേർത്തെഴുതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിക്കേ. വേദന അധികം എല്ലാം. അതെങ്ങനെയാണ് മക്കളെ ചേർത്തെഴുതുന്നത്? വേദന എല്ലാം. അവിടുത്തെ എ പോയിട്ട് യാ അവിടെ ആഗമിക്കും അല്ലേ? വേദന എല്ലാം. അടുത്ത പദം ഏതായിരുന്നു? മണ്ണ് അധികം ഇടിഞ്ഞു. എങ്ങനെയാ നമ്മൾ പറയുന്നേ? മണ്ണിടിഞ്ഞു അല്ലേ? മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ മണ്ണ് അധികം ഇടിഞ്ഞു, മണ്ണിടിഞ്ഞു. അടുത്ത പദം ഏതാ മക്കളെ? പതുക്കെ അധികം പതുക്കെ. അതെങ്ങനെ നമ്മൾ ഒറ്റയായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? പതുക്കെ പതുക്കെ. അവിടെ അക്ഷരത്തിന് വന്ന വ്യത്യാസം മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. 2 പതുക്കെ പതുക്കെ ചേർന്നപ്പോൾ എന്ത് പറ്റി? പകാരം, അതായത് ഇപ്പ ചേർന്ന് വന്നു അല്ലേ? അടുത്തത് നോക്കിക്കേ. ചിമ്മി അധികം തുറക്കുക. അതെങ്ങനെയാ ഒന്നിച്ചെഴുതുക? ചിമ്മി തുറക്കുക. അവിടെയും ഇത്ത വന്നു. വെറും താ പോയിട്ട് എന്ത് പറ്റി? ചിമ്മിത്തുറക്കുക. നമ്മൾ പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇത്ത വന്നു അവിടെ അല്ലേ?
അപ്പം മനസ്സിലായില്ലേ ചേർത്തെഴുതുക? ഏതൊക്കെ പദങ്ങളായിരുന്നു നമ്മൾ ചേർത്തെഴുതിയത്? വേദനയെല്ലാം മണ്ണിടിഞ്ഞു, പതുക്കെ പതുക്കെ ചിമ്മി തുറക്കുക. ഇവയെല്ലാം തന്നെ നമ്മൾ എങ്ങനെ പിരിഞ്ഞിരുന്നതിനെ നമ്മൾ ചേർത്തെഴുതി അല്ലേ? അപ്പം മക്കൾക്ക് ഇതിൻ്റെ ഫോട്ടോ, സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോ ടീച്ചർ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അത് നോക്കി നിങ്ങൾ ബുക്കിൽ ഇതിൻ്റെ എല്ലാം എഴുതിയെടുക്കണം കേട്ടോ.